ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയാണെങ്കിൽ വീട്ടിൽ പായസമൊക്കെ വെച്ച് ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പോൾ തന്നെ ശ്രുതി വന്നിട്ടുണ്ട്. ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി എന്താ നീ ഇപ്പം പായസം വെച്ചത്? അതൊക്കെ സീക്രട്ടാണ്, അത് ഞാൻ പറയില്ല, പക്ഷേ എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണെന്ന് അങ്ങനത്തെ സീക്രട്ടാണെങ്കിൽ എനിക്ക് മനസ്സിലായി. ഓ കൺഗ്രാജുലേഷൻ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ അങ്ങോട്ട് സന്തോഷത്തോടു കൂടി അവളെ എടുത്ത് പൊക്കി കറക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും കാര്യം എന്തെന്ന് വെച്ചാൽ ശ്രുതി പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് കൊണ്ടിട്ടാണ് ശ്രുതി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് ഉടനെ തന്നെ ശ്രുതി പറയാം, ഒന്ന് നിർത്തുന്നുണ്ടോ ശ്രുതി, നീ എന്ത് കാണിക്കുന്നത്? എന്നെ ഇങ്ങനെയിട്ട് കറക്കാതെ, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ, ഇത് വേറെയാ. ഓ അതാണോ? ഞാൻ വിചാരിച്ചു അമ്മ വരുമ്പോൾ ഇത് സന്തോഷം പറയണം, സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ. എന്നാലും നീ പറയില്ലേ അത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം, ഇപ്പം എന്തായാലും പറയാൻ പറ്റില്ല. എനിക്കിന്ന് എന്തായാലും സന്തോഷമുള്ള ദിവസമായിരുന്നു. പക്ഷേ നീ മണ്ഡപത്തിൽ വെച്ച് നിനക്ക് ഭയങ്കര പേടിയായിരുന്നല്ലോ, നീ ആരെയോ കണ്ട് പേടിച്ചതുപോലെ ആയിരുന്നല്ലോ നിൻ്റെ മുഖമൊക്കെ. അതെ, അത് ശ്രുതിക്ക് തോന്നിയതാവും, കാരണം ജോലിയുടെ തിരക്കും ടെൻഷനും ഒക്കെ അല്ലേ, അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് പേടിയൊന്നുമില്ല ഇപ്പോൾ. പക്ഷേ അതിനേക്കാൾ ഒത്തിരി മാറ്റം വന്നല്ലോ. അപ്പോൾ എന്തോ കാര്യം ഉണ്ടല്ലോ ശ്രുതി എന്ന് ചോദിക്കാട്ടോ ശ്രുതി. പക്ഷേ കള്ളിയല്ലേ അവൾ, വിട്ടുകൊടുക്കുമോ? അങ്ങനെയൊന്നും ഇല്ലയെന്നങ്ങ് പറഞ്ഞു കൊടുക്കാട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കുക. നോക്കുമ്പോൾ രവീന്ദ്രനും ചന്ദ്രനും കയറി വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയായിരുന്നു. അതെ, എന്തേ? അല്ല ആൻറ്റി, ഞാൻ വേറെ ഒന്നുമല്ല, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങ് വന്നോ കടയിൽ? എടാ ശ്രുതി, നീ കടയിൽ പോയില്ലേ? പോയി. ഇവിടെ എന്തോ ഒരു സന്തോഷ വാർത്തയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇവള് വിളിച്ചു. പായസമൊക്കെ വെച്ചിരിക്കുക. ആണോ? ഇപ്പം കല്യാണം മണ്ഡപത്തിൽ പോയി സദ്യയും കഴിച്ചു, പായസവും കഴിച്ചതല്ലേ, ഇനിയും കുടിക്കണോ? എനിക്കൊരു സന്തോഷം വന്നപ്പോൾ ഞാനത് ഉണ്ടാക്കിയതാണ്. ഞാൻ എല്ലാവർക്കും പായസം തരാൻ, കഴിക്കാൻ ആൻറ്റി, കഴിക്കാൻ അങ്കിളെ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് രണ്ടുപേർക്കും കൊണ്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്, അങ്ങനെ ഓറാടി നിൽക്കുകയാണ്. ഈ സമയത്ത് അടുത്ത കാറ് വരുന്നുണ്ട് കേട്ടോ. സച്ചിയും രേവതിയും കൂടെയാണ് കാറ് കൊണ്ട് നിർത്തി. രണ്ടുപേരും അങ്ങോട്ട് ദേഷ്യത്തിൽ ഇറങ്ങി പരസ്പരം നോക്കിയിട്ടാണ് കയറി വരുന്നത്. നിങ്ങളും വന്നോ? എന്താടാ നിങ്ങൾ അവിടെ അവളെ യാത്ര അയക്കാനൊന്നും നിൽക്കാതെ പെട്ടെന്നിങ്ങി വന്നത്? ഞങ്ങൾ യാത്രയൊക്കെ അയച്ചിട്ട് തന്നെയാണ് വന്നത്, പെട്ടെന്ന് വരേണ്ടി വന്നു. എന്താ കാര്യം? അതെ, പിന്നെ അതൊക്കെ നിൽക്കട്ടെ, പാർലർ എടുത്തി, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ? എന്നോട് എന്താ നിനക്ക് ചോദിക്കാനുള്ള സച്ചി? അതല്ല, എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നേ. പാർലറത്തെ ഇളയച്ചൻ മലേഷ്യയിലല്ലേ ഇരിക്കുന്നത്, എനിക്ക് കുറച്ച് പൈസ കടമായിട്ട് വാങ്ങിത്തരാവോ? നിനക്കോ? ഞാനങ്ങ് വാങ്ങിത്തരില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് പറ്റത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ കാല് പിടിക്കുമ്പോൾ സച്ചി പറയാട്ടോ. അപ്പം തന്നെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുക, എടി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവളുടെ അച്ഛൻ കഷ്ടപ്പെട്ടിട്ടുണ്ടത് അവൾക്കുള്ളതാണ്, നിനക്കൊന്നും വാങ്ങിത്തരാൻ പറ്റത്തില്ല, ഒന്ന് പോടാ. അപ്പോൾ വീണ്ടും സച്ചി പറഞ്ഞിട്ട്, പാർലറത്തി അങ്ങനെ പറയല്ലേ, ഞാൻ ആദ്യമായിട്ടൊരു ആവശ്യം പറഞ്ഞതല്ലേ. എന്തായാലും നീ ആദ്യമായിട്ട് എന്നോടൊരു ആവശ്യം പറഞ്ഞതല്ലേ, താഴ്മയോടുകൂടി. ഞാനെന്തായാലും ചോദിക്കാം, ഇപ്പം തന്നെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കാമോ ഒന്ന് ഇളയച്ചനോട്? നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ഫോൺ എടുത്ത് ഇളയച്ചനെ വിളിക്കുക. ഹലോ, ഇളയച്ചനല്ലേ? അപ്പോൾ സച്ചിയും രേവതിയും കൂടെ ഇളയച്ചൻ സംസാരിക്കുക ഇങ്ങനെ ആക്ഷേപിക്കുക കേട്ടോ. ഇതൊന്നും ശ്രുതിക്ക് മനസ്സിലാവണേ ഇല്ല. ശ്രുതി അങ്ങ് കത്തിച്ച് പറയാണ്, ഇപ്പം ഇളയച്ചൻ എവിടെയുള്ളത്? മുംബൈയിലാണോ? അത് ശരി, മുംബൈയിൽ എന്ന് സച്ചി ഇവിടെ നിന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇളയച്ച അത് അതെയോ എന്നൊക്കെ കുറേ സംസാരിക്കുകയാണ്. എന്നിട്ട് ഫോണെല്ലാം വെച്ചിട്ട് സച്ചിയോട് പറയാം, തരാം, ഞാൻ പൈസയൊക്കെ വാങ്ങിത്തരാം, ഇപ്പം പറ്റത്തില്ല, ഇളയച്ചൻ മുംബൈയിലാണ് ഉള്ളത്, വരട്ടെ എന്നിട്ട് ചോദിച്ചിട്ടൊക്കെ വാങ്ങാം. മതി, പക്ഷേ തരാമെന്ന് പറഞ്ഞാൽ തരണം, പിന്നെ ഞാൻ വാക്ക് മാറ്റത്തില്ല, പറഞ്ഞിരിക്കും, പൈസ തരാമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ച് തന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോഴാണ് പായസം വെച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്ത് സന്തോഷമാണിന്ന്. എനിക്ക് ചില സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പായസം കൊടുക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ ഇവിടെ ഒരാളിവിടെ വന്നിട്ടുണ്ടേ എന്നിങ്ങനെ സച്ചി പറയാട്ടോ. ആരാടാ വന്നത്? ഒരു ഗസ്റ്റ് കൂടെ ഉണ്ട്, ഞങ്ങളെ കൂടെ ഇങ്ങനെ വന്നതാ. എന്തായാലും ആളിനെ പരിചയപ്പെടുത്തി തരാം, അത് കഴിഞ്ഞിട്ട് പോരെ ബാക്കി കാര്യങ്ങളെന്നൊക്കെ. എന്നാൽ പിന്നെ അവൾ വിളിക്കുക. അപ്പോൾ ഇങ്ങനെ സച്ചിയും രേവതിയും കൂടെ തിരിഞ്ഞിട്ട് ഇളയച്ചോന്ന് വിളിക്കുക കേട്ടോ. ഇളയച്ച ഇങ്ങനെ കയറി വന്നേ. അപ്പോഴാണ് നമ്മൾ ബീരാനിക്ക് ഇങ്ങോട്ട് കയറി വരുന്നത്. അയ്യോ, ശ്രുതിയാണെങ്കിൽ നിന്നിടത്ത് നിന്ന് ചത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പം ഇയാളെങ്ങനെയാണ് ഇവിടെ? ഇയാൾ എന്തിനാ ഇവിടെ? എങ്ങനെ പേടിക്കുക? അയ്യോ, ഇതാരാ വന്നിരിക്കുന്നത്? ശ്രുതിയുടെ ഇളയച്ചനല്ലേ? വാ ഉടനെ ശ്രുതിയും ചന്ദ്രയും രവീന്ദ്രനും ഒക്കെ ഒന്ന് സ്വീകരിച്ച് കൊണ്ടുവരും കേട്ടോ. ഇരിക്കിരിക്ക്. അപ്പോഴത്തേക്കിനും ഒരു കസേരയൊക്കെ നീക്കി ഇട്ട് കൊടുത്തിട്ട് സച്ചി പറയാം, അയ്യോ ഇളയച്ച ഇരിക്കുന്ന പറഞ്ഞ ഒരൊറ്റ തള്ളു കൊടുക്കുക കേട്ടോ കസേരയിലോട്ട്. അയാൾക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, ചമ്മി നാറിയിരിക്കുവാണ്, എന്ത് പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ
ശ്രുതി ഉരുകി ഉരുകി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും അയാളുടെ പുറകെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതിയുടെ ഇളയച്ചൻ ഇപ്പോൾ ബോംബെയിലാണെന്ന് എന്തോ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇതിനിടയ്ക്ക് ഇങ്ങനെ എത്തിയോ? അപ്പോഴാണ് സച്ചി പറയണത്, അച്ഛാ എല്ലാവരും ഇപ്പോൾ ഇളയച്ചനെ കണ്ട സന്തോഷത്തിൽ വാനോളം പുകഴ്ത്തുന്നു. അച്ഛൻ ശ്രദ്ധിച്ചു, ഇപ്പോൾ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്കും പാർലറെത്തി എന്താ പറഞ്ഞത്, ഇവിടെ മുംബൈയിലാണ്. എന്നിട്ടോ ആളിവിടെ തന്നെ ഉണ്ട്. ഇതിന് എന്ത് കാര്യം മനസ്സിലായി? ശരിക്കും പറഞ്ഞാൽ ഇത് ഇവളുടെ ഇളയച്ചനല്ല. ഇളയച്ചനല്ലേ? അല്ല, ഇയാൾ മലേഷ്യയിലും അല്ല. ഇയാൾ യഥാർത്ഥം പറഞ്ഞാൽ ഇവിടെ നാട്ടിലുള്ള ഒരാൾ തന്നെയാണ്. ഉടനെ പറയും നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഇടപെട്ടിട്ട് പറയും, സച്ചി നീ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ഇളയച്ചനെ പറ്റി നീ എന്താടാ അനാവശ്യം പറഞ്ഞത്? ഇങ്ങോട്ട് വന്ന ഇളയച്ചൻ എന്തിനാ ഇവരുടെ വായി നിൽക്കുന്നതൊക്കെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, നമുക്ക് മീരയുടെ വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യും പിടിച്ച് ശ്രുതി രക്ഷപ്പെടാൻ നോക്കുക കേട്ടോ. അപ്പം തന്നെ ഉടനെ നമ്മുടെ സച്ചിൻ രേവതി കൊണ്ട് പിറകെ ചെന്നിട്ട് പറയണം, നിർത്താനാ പറഞ്ഞത്. പിന്നെ ശ്രുതി നീ ഇനി ആളാവണ്ട, നീ പെട്ടുപോയി, നീ പിടിക്കപ്പെട്ടു, നിൻ്റെ കള്ളത്തരമെല്ലാം ഞങ്ങൾ പിടിച്ചു. എന്നിട്ട് ഇനിയും കിടന്ന് വീടിനടുത്ത് നീ ഉരുളരുത്. എന്തൊക്കെയാണ് രേവതി പറയണേ? എൻ്റെ ഇളയച്ചനെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ എൻ്റെ ഇളയച്ചൻ അവസാനം രവീന്ദ്രനും ചന്ദ്രയ്ക്കും ഒക്കെ കൺഫ്യൂഷൻ ആയി കേട്ടോ, എന്തൊക്കെയാണ് ഈ പറയണതെന്ന്. അങ്ങനെ രവീന്ദ്രൻ മുന്നോട്ട് വന്നിങ്ങനെ, സച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒന്നും മനസ്സിലാവണില്ലല്ലേ? പറയും, എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇയാളെ ഈ നിൽക്കുന്ന ആൾ ശരിക്കും പറയും ഇവരുടെ ഇളയച്ചനല്ല, ഇത് ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. ഇയാളുടെ പേര് ജയശങ്കർ എന്നാണ്. പിന്നെ അതുമാത്രമല്ല, ഇയാൾക്ക് വെട്ടൊന്ന് തുണ്ടം 2 അതാണ് ജോലി. അതെന്ത് ജോലിയാടാ? ഇറച്ചി വെട്ട്, അല്ലാതെ പിന്നെന്ത്? അത് ശരി, ഇറച്ചി വെട്ട. അപ്പോഴാണ് രേവതി പറയുന്നത്, അച്ഛാ ഞാനൊരു ദിവസം പറഞ്ഞില്ലേ നല്ല കുറച്ച് ഇറച്ചിയൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ബിരിയാണിയൊക്കെ വെച്ച് തന്നില്ലേ, അത് ഇയാളുടെ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോഴാണ് എനിക്കതൊക്കെ മനസ്സിലായത്. ആണോ മോളെ? ഇപ്പോഴത്തേക്കും ഇളയച്ചൻ അങ്ങ് ബിരിയാണിക്ക മിണ്ടാണ്ടിരിക്കാൻ കേട്ടോ. അച്ഛാ ഇയാളെ ബിരിയാണിക്ക എന്നുള്ള പേര് പോലും ഇയാൾ ഏതോ ഒരു നാടകത്തിൽ അഭിനയിച്ചതിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അതിന് ഈ പാർലറെടുത്തേക്ക് വേണ്ടി അഭിനയിക്കാൻ വന്ന ആളാണ്, അറിയോ? അപ്പോഴത്തേക്കിന് വീണ്ടും ശ്രുതി എന്താ ചെയ്യുക, ഇളയച്ച ഇങ്ങോട്ട് വന്നേ, ഇവർ പറയണമെന്ന് കേൾക്കണ്ട, ഇവർ നമ്മൾ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഓരോന്നും പറയണമെന്ന് വിളിച്ചുകൊണ്ട് പോകട്ടോ. അവസാനം നമ്മുടെ രേവതിക്ക് ദേഷ്യം മുതലും കേട്ടോ. എന്നിട്ട് 2 കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക്. എന്നിട്ട് നേരെ ചെന്ന് ബിരിയാണിക്കാരെ മുമ്പിൽ ചെന്ന് പറയാം, അതെ നിങ്ങളെല്ലാം ഇതുപോലൊരു കളിയുടെ മുമ്പിൽ ചെന്ന് നിങ്ങൾ ഇത്രയും വേഷം കെട്ടാടി അല്ലേ, എന്നിട്ടോ ഒരു കുടുംബം കുട്ടിച്ചോറാക്കി. നിങ്ങളെ സത്യം പറ ഇവരെടുത്ത്, ഇനിയെങ്കിലും സത്യം പറഞ്ഞു നിങ്ങളൊരു നല്ല മനുഷ്യനാണെങ്കിൽ. അപ്പം വീണ്ടും രവീന്ദ്രൻ ചോദിക്കുന്നത് എന്താടാ സത്യമെന്ന്. അപ്പോഴാണ് പറയണത്, അതേ നമ്മളെ മാളുവിനെ കെട്ടിയില്ലേ, അവിടുത്തെ ആ പയ്യൻ്റെ ഒരു അമ്മാവൻ്റെ കാര്യം പറഞ്ഞില്ലേ, എല്ലാവരും മുന്നിൽ നിർത്തി നിന്ന് ചെയ്യുന്ന നല്ല ഒരു അമ്മാവൻ അവർക്കുണ്ടെന്ന്. ആ അമ്മാവനാ ഇത്, അല്ലാതെ ഇത് ഇവരുടെ മലേഷ്യയിലുള്ള ഇളയച്ചനൊന്നും അല്ല. അയ്യോ എന്തൊക്കെയാണ് കേൾക്കണേ, സത്യം പറയാനല്ല നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ അവസാനം ബിരിയാണിക്ക തൊഴുതുകൊണ്ട് നേരെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാം, സാർ എന്നോട് ക്ഷമിക്കണം, ഒരു തെറ്റ് പറ്റി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും ഇത് ഇവിടുത്തെ ഇവള് പറഞ്ഞിട്ടാണ്, ഈ ശ്രുതി പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. ഞാനെന്ന് വെച്ചാൽ സാധാരണ ഒരു ആളാണ്, എനിക്ക് ജോലി ഇറച്ചിവെട്ട് തന്നെയാണ്. പക്ഷേ ചെറിയ ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് എനിക്ക് അഭിനയത്തോടുള്ള മോഹം ഉണ്ടായിരുന്നു. എനിക്ക് മീരേനെ പരിചയമുണ്ട്. മീരയും ഈ കുട്ടിയായിട്ട് ഒരു ദിവസം എന്നെ കാണാൻ വന്നിരുന്നു. ഇവിടെ ഇങ്ങനെ ഇളയച്ചനായിട്ട് അഭിനയിക്കണമെന്നും നിങ്ങളെ ഒക്കെ പറ്റിക്കാൻ പറഞ്ഞത് ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചത്. അല്ലാതെ ഞാൻ ഇവിടെ ആരുമല്ല, എനിക്കങ്ങനെ പറ്റിക്കപ്പെടണമെന്നും ഒന്നുമില്ല. അങ്ങനെ അഭിനയിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ സിനിമയിൽ ചാൻസൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നത്. അല്ലാതെ ഞാൻ ആരെയും ചതിക്കണമെന്നും വഞ്ചിക്കണമെന്നൊന്നും അല്ല. എന്തൊക്കെയായി പറയണം നിങ്ങൾ? ചന്ദ്രയാണെങ്കിൽ ആകെ തകർന്നു പോയിട്ടോ ഇങ്ങനൊരു വാർത്ത കേട്ടിട്ട്. ഇത്രയും പണവും ഒക്കെ ഉള്ള ഏതോ ഇളയച്ചൻ, അത്രയും പൈസ ഉള്ള പണക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഇപ്പോൾ ഒന്നുമില്ലേ. ഇത് ഇറച്ചി വെട്ടുകാരനെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഇളയച്ചനോ? അയ്യോ ചന്ദ്രയ്ക്ക് തല കറങ്ങി പോയിട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ആരോട് എന്ത് ചോദിക്കും? ആകെ പ്രശ്നമായി. സച്ചി വിട്ടുകൊടുക്കുമോ? കണ്ടല്ലോ അമ്മേരെ പുന്നാര മരുമകളുടെ കള്ളത്തരം. ഇത്രയും വലിയൊരു നുണയും പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും പറ്റിച്ച് കൂടെ നിന്നവളാ ഇവള്. എന്നിട്ട് വലിയ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നു. ഇനി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കാട്ടോ. ചന്ദ്ര ആകെ തലയിൽ കൈവച്ച് തളർന്നങ്ങ് ഇരുന്ന് പോയിട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ. ഇതാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡ്. വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.